ശ്രീരാമാവതാരം. അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ. സത്യം മാത്രം പറയുന്നവനും പരാക്രമശാലിയും 3 ലോകങ്ങളിലും പ്രസിദ്ധനുമായിരുന്നു അദ്ദേഹം. വളരെക്കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പുത്രനുണ്ടായില്ല. സൂര്യവംശ രാജാക്കന്മാരുടെ ഗുരുവാണ് വസിഷ്ഠ മഹർഷി. അദ്ദേഹത്തെ അഭിവാദനം ചെയ്ത് ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഗുരുദേവ, പുത്രനുണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രനില്ലാത്ത എനിക്ക് രാജ്യവും സമ്പത്തും ദുഃഖകരമായിട്ടാണ് തോന്നുന്നത്. വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു, ലോകപാലന്മാരെ പോലെ സമർത്ഥന്മാരായ 4 പുത്രന്മാർ അങ്ങേക്കുണ്ടാവും. അങ്ങ് സ്വന്തം പുത്രിയായ ശാന്തയെ അംഗരാജാവായ രോമപാദന് കൊടുത്തിരുന്നുവല്ലോ. ശാന്തയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഋഷ്യശൃംഗ മഹർഷിയാണ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളോടൊന്നിച്ച് പുത്രകാമേഷ്ടിയാഗം ചെയ്യൂ. അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് ദശരഥൻ അംഗരാജ്യത്തു നിന്ന് ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവന്നു. ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി യാഗം ആരംഭിച്ചു. ഋത്വിക്കുകൾ ശ്രദ്ധയോടെ ഹവിസ് അഗ്നിയിൽ ഹോമിച്ചു. ആ ഹോമാഗ്നിയിൽ നിന്ന് സ്വർണവർണ്ണത്തോടു കൂടിയ അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ ദിവ്യമായ പായസവുമായി ഉയർന്നു വന്നു. ഈ പായസം സ്വീകരിക്കൂ. അങ്ങയ്ക്ക് പുത്രനുണ്ടാവാനായി ദേവന്മാർ നിർമ്മിച്ചതാണ് ഇത്. പരമാത്മാവായ ഭഗവാനെ തന്നെ അങ്ങയ്ക്ക് പുത്രനായി ലഭിക്കും. ഇത്രയും പറഞ്ഞ് രാജാവിന് പായസം നൽകി അഗ്നിദേവൻ അന്തർദാനം ചെയ്തു. അഭീഷ്ടം സാധിച്ച ദശരഥൻ വസിഷ്ഠ മഹർഷിയെയും ഋഷ്യശൃംഗനെയും നമസ്കരിച്ചു. അവരുടെ അനുവാദത്തോടെ പായസം 2 ഭാഗമായി വിഭജിച്ച് ഓരോ പകുതി കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു. പായസം തനിക്കും കഴിച്ചാൽ കൊള്ളാമെന്നാഗ്രഹിച്ച് ആ സമയത്ത് സുമിത്ര യാഗശാലയിലേക്ക് വന്നു. കൗസല്യയും കൈകേയിയും തങ്ങൾക്ക് കിട്ടിയതിൽ പകുതി വീതം സുമിത്രയ്ക്ക് കൊടുത്തു. പായസം കഴിച്ചതിനാൽ 3 രാജ്ഞിമാരും ഗർഭിണികളായി തീർന്നു. രാജമന്ദിരത്തിൽ അവർ 3 പേരും ദേവസ്ത്രീകളെപ്പോലെ തേജസ്വിനികളായി പ്രകാശിച്ചു. 10 മാസം തികഞ്ഞപ്പോൾ മേടമാസത്തിലെ വെളുത്തപക്ഷത്തിലെ നവമി ദിവസം പുണർദം നക്ഷത്രത്തിൽ കൗസല്യ അത്ഭുതസ്വരൂപിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ലഗ്നം കർക്കിടകമായിരുന്നു. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്നിരുന്നു. മധ്യാഹ്ന സമയമായിരുന്നു. ആകാശത്തിൽ നിന്ന് ദേവന്മാരുടെ പുഷ്പവൃഷ്ടിയുണ്ടായി. വേദവാദ്യങ്ങൾ മുഴങ്ങി. ജഗത്തിൻ്റെ മുഴുവൻ രക്ഷിതാവും ഒരിക്കലും മാറ്റമില്ലാത്തവനും പരമാത്മാവുമായ ഭഗവാൻ കൗസല്യയുടെ പുത്രനായി അവതരിച്ചു. സാക്ഷാൽ വിഷ്ണു സ്വരൂപിയായിട്ടാണ് ഭഗവാൻ പ്രകാശിച്ചത്. നീലത്താമരപ്പൂവിൻ്റെ നിറം. മഞ്ഞപ്പട്ട് ധരിച്ചിരുന്നു. ചെന്താമരപ്പൂവിതൾ പോലെ നീണ്ടു ചുവന്ന് സുന്ദരങ്ങളായ കണ്ണുകൾ. കാതിൽ മകരകുണ്ടലങ്ങൾ. 1000 സൂര്യന്മാരൊന്നിച്ചുയർന്നതുപോലുള്ള ശോഭ. കിരീടമണിഞ്ഞ ശിരസ്. ചുരുണ്ടു നീണ്ട തലമുടി. ശംഖചക്രഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകൾ. അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന പുഞ്ചിരിപ്പൂനിലാവോട് കൂടിയ മുഖം. കാരുണ്യം
വഴിഞ്ഞൊഴുകുന്ന കടാക്ഷം, ശ്രീവത്സം എന്ന മറുക്, മുത്തുമാലകൾ, തോൾവളകൾ, കാൽത്തളകൾ എന്നീ ആഭരണങ്ങൾ, ഇങ്ങനെയുള്ള സ്വരൂപത്തിൽ പരമാത്മാവായ ഭഗവാൻ തൻ്റെ പുത്രനായി ജനിച്ചത് കണ്ട് ആശ്ചര്യപരവശയായി ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ടും തൊഴുതുകൊണ്ടും കൗസല്യ സ്തുതിക്കാൻ ആരംഭിച്ചു. ദേവന്മാരുടെയെല്ലാം നിയന്താവായ ഭഗവാനെ, ശംഖുചക്രകഥാപത്മധാരിയായ അങ്ങയ്ക്ക് നമസ്കാരം. പരമാത്മാവും നാശരഹിതനും അവസാനമില്ലാത്തവനും പൂർണ്ണനും പുരുഷോത്തമനുമാണ് അവിടുന്ന്. വാക്ക്, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവ കൊണ്ട് അറിയാൻ കഴിയാത്തവനും എല്ലാ വസ്തുക്കളിലും ഉണ്മയായി വിളങ്ങുന്നവനും ജ്ഞാനമാത്ര സ്വരൂപനുമാണ് അവിടുന്ന് എന്ന് വേദജ്ഞരായ ഋഷികൾ പറയുന്നു. രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളെക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനാണ് അങ്ങ്. എന്നാൽ 3 ഗുണങ്ങൾക്കും അതീതനും പരമ നിർമ്മലനുമാണ്. പ്രവർത്തിക്കുന്നവനെ പോലെ തോന്നപ്പെട്ടാലും അങ്ങ് യാതൊന്നും പ്രവർത്തിക്കുന്നില്ല. സഞ്ചരിക്കുന്നവനെ പോലെ കാണപ്പെട്ടാലും സഞ്ചരിക്കുന്നില്ല. കേൾക്കുന്നവനെ പോലെ തോന്നപ്പെട്ടാലും ഒന്നും കേൾക്കുന്നില്ല. കാണുന്നവനെ പോലെ തോന്നപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല. കയ്യ്, കാല് മുതലായ കർമ്മേന്ദ്രിയങ്ങൾക്കും കാത്, കണ്ണ് മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അതീതനാണ് അവിടുന്ന്. പ്രാണനും മനസ്സും ഇല്ലാത്തവനും ശുദ്ധനുമാണ് പരമാത്മാവായ അവിടുന്ന് എന്ന് വേദങ്ങൾ പറയുന്നു. എല്ലാവരിലും സമനായി സ്ഥിതി ചെയ്യുന്നു എങ്കിലും അജ്ഞന്മാർക്ക് അങ്ങയെ കാണാൻ കഴിയില്ല. എന്നാൽ മനഃശുദ്ധി വന്നവർക്ക് സ്വന്തം ഹൃദയത്തിൽ അനുഭവസ്വരൂപേണ അറിയാനും കഴിയുന്നു. നിന്തിരുവടിയുടെ ഉള്ളിൽ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ പരമാണുക്കളെ പോലെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്നു. അപ്രകാരമുള്ള അവിടുന്ന് എൻ്റെ വയറ്റിൽ നിന്ന് ജനിച്ചവനെ പോലെ കാണപ്പെടുന്നു. ആശ്ചര്യം തന്നെ. രഘുവംശത്തിൽ സർവശ്രേഷ്ഠനായി അവതരിച്ച ഭഗവാനെ, ഭക്തന്മാരോടുള്ള അവിടുത്തെ വാത്സല്യപാരവശ്യം എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ എൻ്റെ മകനായി അവിടുന്ന് ജനിച്ചത്. ഭർത്താവ്, പുത്രൻ, ധനം മുതലായവയിൽ ആസക്തയായി ഞാൻ സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്നവളാണ്. ഇന്ന് അവിടുത്തെ ആശ്രയിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഭഗവാനെ, അവിടുത്തെ ഈ വിഷ്ണു സ്വരൂപം എന്നെന്നും എൻ്റെ മനസ്സിൽ വിളങ്ങുമാറായി തീരണേ. ലോകത്തെ മുഴുവൻ മയക്കുന്ന നിന്തിരുവടിയുടെ മായ എന്നെ ബാധിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണേ. വിശ്വാത്മാവായ ഭഗവാനെ, അലൗകികമായ ഈ സ്വരൂപത്തെ മറയ്ക്കണേ. ആനന്ദമാത്രവും ആകർഷകവുമായ ബാലസ്വരൂപം സ്വീകരിക്കണേ. അങ്ങനെ ചെയ്താൽ കോമളബാലനായ അങ്ങയെ ആലിംഗനം ചെയ്തും അങ്ങയോട് സംസാരിച്ചും എനിക്ക് ഭക്തി വളർത്താനും അജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനും കഴിയും. ഭഗവാൻ അരുളി ചെയ്തു, അമ്മേ, അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യാം. രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ ബ്രഹ്മദേവൻ അപേക്ഷിച്ചതനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ അമ്മയും ദശരഥ രാജാവും ഞാൻ മകനായി ജനിക്കണമെന്നാഗ്രഹിച്ച് വളരെ കാലം തപസ്സുകൊണ്ട് എന്നെ ആരാധിച്ചിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ പുത്രനായി പിറക്കാൻ കാരണം. പൂർവജന്മ തപസ്സിൻ്റെ ഫലമായിട്ടാണ് അമ്മയ്ക്ക് എന്നെ ഈ രൂപത്തിൽ കാണാൻ കഴിഞ്ഞത്. എൻ്റെ ദർശനം മോക്ഷാനുഭൂതിയിലേക്ക് നയിക്കുന്നതാണ്.
വേണ്ടത്ര സുഹൃതമില്ലാത്തവർക്ക് എന്നെ കാണാൻ കിട്ടില്ല. നമ്മുടെ ഈ സംവാദത്തെ ശ്രദ്ധയോടെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർ പോലും മരണസമയത്ത് എന്നെ സ്മരിക്കാനും സാരൂപ്യമുക്തിയെ പ്രാപിക്കാനും ഇടയായിത്തീരും.